ശാലി ആ പ്ലേറ്റും പൈസയും എടുത്തോ. മുത്തു വന്നിട്ടുണ്ട്. നീ ആ പുയ്ത്തിയെല്ലാം മാറ്റിട്ട് നല്ല ഇട് മുത്തു. നിങ്ങളാ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഇങ്ങക്ക് തരുന്നെല്ലാം പുയ്ത്ത മത്തിയാന്ന്. പിന്നെയോ നീ എപ്പം പുതിയ പുയ്യാപ്പിളേനെ കൊണ്ടെത്തും. ഈ മത്തിയല്ലേ പറ്റൂ, ഇടക്കല്ലേ ഈ അയക്കൂരെല്ലാം വാങ്ങി ഓരോ റഫീഖിങ് എത്തട്ടെ മുത്തു. അത് ശരി നിക്കാഹല്ലേ ഓനെ പേരുന്ന്. ഞാൻ അല്ലാ ഇതാരാ വന്നിനി? നീ എവിടെയും പോയിനി? ഉള്ള നല്ല മീനെല്ലാം തീർന്നല്ല. തുണി ആറിടാനുണ്ടേ, അതെല്ലാം ഓളെ കൊണ്ട് ചെയ്യിക്കലല്ലേ. അതൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഞാൻ വാങ്ങട്ടെ. ആ രായമേച്ചി എന്തെല്ലാന്ന്? ഞാൻ ഇന്നലെ അല്ല ഓർന്നല കൊണ്ടാക്കിട്ട് ഓരോ വീട്ടിൽ പോയി. മക്കളുണ്ടായിരുന്നു കളിക്കുന്നേ. രാജമേച്ചി നല്ല ഐഡിയ വന്നിട്ടുണ്ടേ. രാജമേച്ചി ഞാൻ നിങ്ങളെ മോളെ ഭാഗത്ത് ഓളെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഈ ചെയ്ത പോലെ ചെയ്യൂ. ഈ കുട്ടലുണ്ടാവുന്നത് ഉണ്ടാവാത്തത് നാട്ടുകാർക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ആന്നെ ബടക്കത്തിൽ ചെയ്യുന്നതിന് അങ്ങനെ തന്നെ വേണം. അല്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 1 കൊല്ലം ആകാനായി. ഇനി 1 കൊല്ലം കൊടുക്കറു. 1 കൊല്ലം തന്നെ ജാസ്തിയാ. ചെലപ്പോ ഓരെന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കും. ആന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാന്ന് മാറ്റി മാറ്റി വെക്കൂ. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? ചോറ് വറക്കാനുണ്ട്. മാറ്റി മാറ്റി വെക്കൂ. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? മനുഷ്യന്മാരുടെ മുഖത്തൊക്കെ പറ്റട്ടെ. അറിയാൻ ഇനി ഒരാൾ ബാക്കിയില്ല. എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട്ടാരം വീട്ടത്ത് ചായ ഒഴിച്ചാ ഒരു പറയാണ്ടിരിക്കുക. കുട്ടികൾ വേണ്ടാന്നുള്ള ചിന്തയേറ്റം ഉണ്ടെങ്കിലേ ദൈവം പൊറുക്കൂല. അറിഞ്ഞില്ലെന്ന് വേണ്ട. ഇത് മനുഷ്യന്മാര് മാത്രം കൂട്ടിയാ കൂടുന്ന ഒന്നല്ല. ദൈവം തരുമ്പം മേടിച്ചില്ലെങ്കിലേ പിന്നെ വേണമെന്ന് വെച്ചാലും കിട്ടൂല. ഓർക്കണ്ട രണ്ടാളും. അമ്മ എന്നാ പറഞ്ഞ അമ്മന്റെ മോന് മനസ്സിലായിനാ? നമ്മളിതെല്ലാം അറിഞ്ഞോണ്ട് ചെയ്യുന്ന അമ്മ പറയുന്നു. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമല്ല നഗലോട്ട ഈ അമ്മ പറയുന്നത്. എന്താടി എന്റെ മോൻ്റെ ഒക്കെ വിശേഷായാ? ഇല്ല, നല്ലോണം പ്രാർത്ഥിച്ചോ, പെട്ടെന്നാവും. മോൻ്റെ വിസ വന്നാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ച വേഗം വരും. ഭഗവാനെ ഇവരൊക്കെ രക്ഷിക്കണേ ഭഗവാനെ. എടുത്താലടിക്കല്ലോട്ടാ. ഓ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊന്നും യോഗല്ല. ആ അല്ല ശോഭേച്ചി, നിങ്ങളെ മോന്റെ പിസ എപ്പ എങ്ങാനും വരുവാ? എപ്പം നോക്കുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ ഇതേ ചോദിക്കാനില്ലു. നിന്റെ എല്ലാം ചോദ്യം കൊണ്ട് ചക്കന് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ചക്കന് വിസ വരും ചെയ്യും, അതിനില്ല വഴിപാട് നമ്മ നടത്തുന്നുണ്ട്. ഇനി വെറുതെ കൊക്കട്ടി പറിക്കാൻ നിക്കണ്ട. ഓന്റെ വിസ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെ വരെ എന്ത് വരുമെന്ന് വിസ? എനിക്കെന്തിനിപ്പ വിസ? അല്ല നിങ്ങക്ക് മുകളിലേക്ക് പോണ്ടേ? നീ എനിക്ക് വിസ ആക്കുന്നു. അടുത്ത ഭാവിലെ കറുത്ത കാക്കിയാ പോന്നെ. റഫീഖിന് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോന്ന് പറഞ്ഞാലേ ചെറുപ്പത്തിലേ വലിയ ഇഷ്ടാ. ഓൻ കൊല്ലം കൊല്ലം വരൂ. 1 കൊല്ലത്ത് കൂടുതൽ ഉമ്മാനെ കാണാണ്ടോ അവിടെ നിൽക്കാൻ കഴിയില്ല മോളെ. ഓനൊരു ഉമ്മ കുഞ്ഞാ. പക്ഷെങ്കിൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടില്ല കേട്ടാ. 1.5 കൊല്ലം കൂടുതൽ നിന്നാ 15 ദിവസത്തെ ലീവ് കൂടുതൽ കിട്ടുമല്ലോ. ഓൻ്റെ നിക്കാഹിനത് നല്ലല്ലേ, അതുകൊണ്ടാന്ന്. ഓൻ തിരിച്ചു പോകുമ്പോ എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, 1 കൊല്ലമെന്ന് പറയുന്നു ദാന്നും പറഞ്ഞങ്ങ് പോവില്ലേന്ന്. എനക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ 1 കൊല്ലം പോവാന്ന് പറഞ്ഞാൽ വലിയ പണിയാന്ന് മോളെ. ഓള് വന്നേന്ന് തോന്നുന്നു. മോള് പോയിക്കോ.
ശരി. അവിടെ പണിയില്ല ഒതുങ്ങിയ ആ നിങ്ങളെ രണ്ടാളെ മേല് കഴിപ്പിച്ച ഒരു വിളിച്ചിനാ? കുറച്ച് മുന്നേ വിളിച്ചിനി, എത്താനായി എന്നാ പറഞ്ഞ. ആ ഈ പുയ്ത്ത കുപ്പായവും കീറിയ പാൻറ്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ റഫീക്കെ നാട്ടിൽ വരുമ്പോ ഇടാനി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. വന്ന് കയറുമ്പോ തന്നെ നാറ്റിക്കലുമ്മ. ഇത് ഇത്താക്കാന്റെ ബെല്ലി വെല്ലയുടെ പുതിയ ഷർട്ടാ, പാന്റും പുതിയ മോഡലാ. ആ എന്തെങ്കിലും ആട്ട്. നാട്ടുകാർ മുമ്പിലും മക്കാറാവണ്ട്, നീ ഉള്ളിൽ കയറിയട്ടെ. രാജമ്മേ ആ ആ രാജമേച്ചി എന്തല്ല? യാത്രയിലെ സുഖേന മോനെ? പിന്നെ അടിപൊളി. ആകെ കോലം കേട്ടല്ലോ. അതുണ്ടേ ആ. ആ. ഇനി നേരിട്ടുണ്ടല്ലാന്ന് വേണ്ട, അടക്ക് നമ്മുടെ ആള്. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓളോടത് മാത്രം ചോദിക്കരുത്. ആ വിശേഷം പ്രശ്നമല്ലേ? അനക്കിന് തിരിച്ചു പോകുമ്പോ മോക്കും ഇതുപോലെ തന്നെ വേണ്ടേ? വേണം. അപ്പൊ ഇനി ചോദിക്കല്ലേ? ഇല്ല. ആത്തുണ്ട് വെച്ചോ. നല്ല നായികളായി. റഫീഖേ, അന്നേരം ഓളെ കൈമ ചാലിയത്ത് എന്റെ ഭാഗ്യട്ടാ. അപ്പൊ നമ്മളെ നാട്ടിൽ ഇനി അത് ചോദിക്കാനേ പറ്റൂല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട് എന്നാ, അവരേത് രീതിക്ക് എടുക്കാന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നിട്ട് ആളുകളെ കാണുമ്പോ വിശേഷം ചോദിക്കാൻ എങ്ങനെയാ? അല്ല റഫീഖേ, എനിക്കിതെന്തെല്ലാം ചോദിക്കാണ്ട്. ഹവാദിന്ന് ചോദിച്ചൂടെ? കൈഫാലക്കെന്ന് ചോദിച്ചൂടെ? ഒന്നുമില്ലേ നിനക്ക് സുഖല്ലേന്ന് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിനൊരു സുഖമുണ്ട്. ഭയങ്കര സുഖമാണ്. നിങ്ങൾ സമയം പോക്കാണ്ടേ ഇതാണ്ടടി. വേണ്ട സന്തോഷേ, ഹറാമാണ്. വെള്ളം ഒഴിക്കാണ്ട് അവിടെ വെച്ചാ. ഹലാലായിട്ടുള്ള ചിപ്സ് ഉണ്ടോ? മീൻ ചാപ്സ് ഉണ്ട്. ആ അത് ഹലാലാണ്. ഇതെല്ലാം ഉണ്ടല്ല മോളിലിരിക്കുന്നവൻ പറഞ്ഞ് സെറ്റാക്കിയ കാര്യങ്ങളാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്ത് നോക്ക്. ഞാനിപ്പൊ കെട്ടാൻ പോണ സീനത്തിന്റെ ഉപ്പാക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ആളുടെ മോളെ ഡിഗ്രി കഴിഞ്ഞേ കെട്ടിക്കുള്ളൂ. എന്റെ മഹാഭാഗ്യത്തിന് ഓള് ഡിഗ്രിക്ക് തോറ്റ്. കഷ്ടകാലത്തിന് ഓളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഓളുടെ ഉപ്പ എന്താ പറയാ? ഡിഗ്രിക്കാരി മോളെ 10ാം ക്ലാസ് കുസ്തി കെട്ടിക്കൂല. അയാൾ പറയും അയാൾക്കയാളുടെ മോളെ ഭാവി നോക്കണല്ലോ, അത് നമ്മളും മനസ്സിലാക്കണല്ലോ. പോയിന്റ്. ഓളെ തോപ്പിച്ച അതേ പടച്ചോൻ ഇന്നെ ജയിപ്പിക്കും. എനിക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെടുത്ത് ഈ ഇന്റെ ഓളും പോകുന്ന ഈ നാട്ടുകാർ മുഴുവൻ കാണും. എനിക്കതേ പറയാം. എന്താ ശുക്കൂറേ? അല്ലല്ലോ, എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നു. അല്ല, ഓളുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോ? തലശ്ശേരി കടപ്പുറം. ഓളെ സ്ഥിരം വാട്സപ്പ് സ്റ്റാറ്റസ് അതല്ലേ? അതല്ലടോ, ഓള് റെസ്റ്റിലാണോ? റെസ്റ്റില്ല, 4ാമത്തെ. എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്കൂറേ? എടാ, ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല റഫീഖെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പടച്ചോന്റെ കളിയാ. പിന്നെ പടച്ചോന്റെ കളി കളിക്കാനുള്ള മുഴുവൻ കളിച്ചിട്ട് അത് പടച്ചോന്റെ തലയായിട്ട് കളിക്കാണ്ട് അടിക്കുന്നു. ഇതിന്റെ കുപ്പി കൊണ്ട് ഞാൻ പോവേ 2 ഗ്ലാസും 4 ആളും. ഇത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സന്തോഷേ, ഈ എത്ര പേർക്ക് അടിച്ചടാ കുപ്പിങ്ങന്ന്? പോയിക്കോ.